ഹലോ, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ആലപ്പുഴ കേട്ടോ. ആലപ്പുഴയിൽ നമ്മളെ കുട്ടിയാടക്കായാലും നമ്മളെ അവിടുത്തെ താറാവ് കൃഷി, മീൻപിടുത്തം ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുന്നുട്ടോ. അപ്പോൾ ഇത് പരമാവധി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക, പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ ചാനൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഒച്ചതിന് പിടിക്കാനായിട്ടില്ല ചേട്ടാ, ഇവിടെ എക്സ്പീരിയൻസ് വേണം. നമ്മുടെ ഇതെല്ലൻ മകനെ, അതായത് ഈ കാണുന്ന വയലുകൾ ഇങ്ങനെ നിരന്ന് കിടക്കട്ടോ. ഈ ഏര് മൊത്തം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അതായത് കോട്ടയത്തിൻ്റെയും ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. ഇവിടെ മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ വയലുകൾ നിൽക്കുന്ന പോലെയാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് അല്ലേ. വയലുകളൊക്കെ നിൽക്കുന്ന പോലെയാണ് വെള്ളം കെട്ടി. നല്ല രസം. ഇപ്പോൾ നിൽക്കാൻ തന്നെ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഈ തൊടി ഏട്ടൻ ഇവിടെ മീൻ പിടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട്. എപ്പോഴാണ് ചേട്ടാ മീൻ പിടിക്കാം? വൈകിട്ട് അല്ലേ? വൈകിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വിലയൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. ഏതൊക്കെ മീൻ കിട്ടുന്നില്ലേ ഇപ്പൊ ഈ വലയില്? കാരി, എമ്പല്ലി, കുറുവ ഇതൊക്കെ തന്നെ അല്ലേ? കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് തൊട്ടടുത്ത് തന്നെ താറാവ് കൃഷി ഉണ്ട് കേട്ടോ. താറാവ് കൃഷി ഇങ്ങനെ തന്നെ. ആലപ്പുഴ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന താറാവാണ്. താറാവ് കറി, താറാവ് ഫ്രൈ അല്ലേ? അപ്പൊ താറാവ് കൃഷി നമ്മൾ കാണാതെ പോകരുത്. ആലപ്പുഴ വന്നിട്ട് ആലപ്പുഴ തന്നെ താറാവ് കൃഷി, താറാവ് അതൊരു കൂട്ടം താറാവ്. ഇനി അപ്പുറത്തൊക്കെ ഉണ്ട്. ഈ കുട്ടനാട് ഭാഗത്ത് താറാവിൻ്റെ കൃഷി ചെയ്യുന്നവർ താറാവ് ഒരിക്കലും തൂക്കിയിട്ടല്ല വിൽക്കാറ്, എണ്ണത്തിനാണ് റേറ്റ് വരിക. അതായത് നമ്മുടെ നാട്ടിലൊക്കെ കോഴിയൊക്കെ തൂക്കിയിട്ടേ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു താറാവിനെ പിടിച്ചിട്ട് ഈ താറാവിന് ഇത്ര എന്നാണ്, അങ്ങനെ ആയിരിക്കും ഈ കുട്ടനാട്. അല്ല ഏട്ടാ, കുട്ടനാട് ഭാഗത്ത് തൂക്കി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ എടുക്കുന്നുണ്ടോ? അതായത് തൂക്കി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അല്ലേ? ഇവിടെ ഈ ഒരു താറാവിന് എത്ര റേറ്റ് വരും? 380. ഇപ്പോഴത്തെ ഒരു താറാവിൻ്റെ റേറ്റ് 20 കുറഞ്ഞു പോകും. 350. ഒച്ചതിന് പിടിക്കാനായിട്ടില്ല ചേട്ടാ, ഇവിടെ എക്സ്പീരിയൻസ് വേണം. താറാവിന് പിടിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് വേണം കേട്ടോ. അത് പഠിക്കേണ്ട വേണം. അത് മനസ്സിലായില്ല ഇപ്പം എനിക്ക്. താറാവ് മുട്ടയൊക്കെ കേട്ടോ. ഈ നമ്മളിപ്പോൾ കണ്ടില്ലേ താറാവ്, അതിൻ്റെ മുട്ടകളാണ്. ഒരുപാട് മുട്ടകളാണ്. മുട്ട ഇതിലുണ്ട്. താറാവിട്ട മുട്ട. ഇവിടാണ് നാടൻ താറാവ് വിൽക്കപ്പെടും.